അപ്പൊ നമ്മൾ ഒലിപ്പുറത്താണുള്ളത്. നേരത്തെ പറഞ്ഞു നമ്മളെ ഈ മോർണിംഗ് വാക്ക് തുടങ്ങിയിട്ട് ഇപ്പൊ ഇപ്പൊ ഒരു അരമണിക്കൂർ പിന്നീട് നമ്മൾ നോക്കുക ദാ കാണുന്ന അവിടുന്നാണ് നമ്മുടെ നടത്താൻ വാഹനങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. ഞങ്ങൾ വന്ന 2 വാഹനങ്ങളാണ്. അതിങ്ങനെ നടന്ന് നമ്മൾ ഒന്ന് നോക്കിയേ. ഇപ്പോ ശരിക്കും വെളിച്ചം തെളിഞ്ഞു വന്നപ്പോ കുറേ പക്ഷികളെ കാണാം. ഇപ്പൊ നമ്മൾ ഈ പറയുന്ന പക്ഷികള് അല്ലെങ്കിൽ പ്രകൃതി, ഈ മനോഹരമായ കാഴ്ചകൾ നമ്മുടെ ക്യാമറാമാൻമാർ പകർത്തുമ്പോൾ അത് പ്രേക്ഷകരിലേക്ക് ചടപടാ എത്തിക്കുന്ന നമ്മുടെ ഓൺലൈൻ സ്വിച്ചേഴ്സ് ആണ്. സിബിൻ ആലഞ്ചേരി, ആൽബിൻ, നിതിൻ, അനൂപ്, സജോ, ആരുടെയും പേര് വിട്ടു പോലെ. അപ്പൊ ആ ഒരു ടീമാണ് നിങ്ങളിലേക്ക് ഇത് എത്തുന്നത്. അനൂപിനെ അവർ പറഞ്ഞു. അപ്പോ ഇവരൊക്കെയാണ്. അപ്പൊ നമ്മളെ പോകെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഓരോ ദിവസവും ഓരോരുത്തരുടെയും പേരും നമ്മൾ നേരത്തെ പറഞ്ഞു. നമ്മളൊപ്പം ഈ ഇതൊക്കെ പറഞ്ഞുതരാൻ നമ്മുടെ പ്രാദേശിക ലേഖനം കൂടി ഉണ്ട്. വിവേക് ഉണ്ട്. വിവേക്, ഗുഡ് മോർണിംഗ്. ഉഷാറല്ലേ? അപ്പോ ഇത് ഒലിപ്പുറത്തെ ആളാണ് അല്ലെ? അപ്പം സ്ഥിരമായിട്ട് വരുന്ന ഒരു ഏരിയ ആയിരിക്കും. സ്ഥിരമായിട്ട് വരുന്നത്. രാവിലെ ധാരാളം ആളുകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളൊക്കെ മോർണിംഗ് വാക്കിനൊക്കെ വരുന്നത് ഈ ഒരു സ്ഥലമാണ്. ഒരു പ്രത്യേക ഊർജ്ജം. ഇവിടെ നടക്കണ്ട, ഇവിടെ വന്നാൽ തന്നെ ഒരു ഊർജ്ജമാണ്, ആ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. ഇതിന്റെ ഒരു ഭൂമിശാസ്ത്രമായി നോക്കുകയാണെങ്കിൽ ഒരു 3 പഞ്ചായത്തുകളിടയിൽ വരുന്നത്. അതെ, 3 പഞ്ചായത്തുകളാണ് ഇവിടെ. എടക്കാട്ടുവേല്, അതുപോലെ തന്നെ ആമ്പല്ലൂർ പഞ്ചായത്ത്, വെള്ളൂർ പഞ്ചായത്ത്, അങ്ങനെയുള്ള 3 പഞ്ചായത്തുകളുടെ ഒരു. അതെ, ഈ പഞ്ചായത്തുകളിൽ വളരെ ക്ലീൻ ആയിട്ടുള്ള പഞ്ചായത്തുകൾക്കുള്ള പുരസ്കാരമൊക്കെ നേടുന്ന പഞ്ചായത്താണ്. മാത്രമല്ല എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് നമ്മുടെ അന്നദാതാക്കളാണ് ഇവിടെ കൂടുതലും താമസിക്കുന്നത്, കൃഷിക്കാരല്ലേ? എറണാകുളം ജില്ലയുടെ നെല്ലറ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് 1000 ഏക്കറോളം. 1000 ഏക്കർ ഒരു വർഷത്തിലൊരിക്കൽ. ചില മൂഴുകളുണ്ട്, പല മൂഴുകളായിട്ടാണ് കിടക്കുന്നത്. 1-2 മൂഴുകളിൽ 2 പ്രാവശ്യം കൃഷി ചെയ്യുന്ന മൂഴുകളും ഇവിടെ ഉണ്ട്. അതെന്തായാലും വളരെ സന്തോഷം. ഇവിടുത്തെ ആ കൃഷിക്കാരോടൊക്കെ ഞങ്ങളുടെ സ്നേഹം ഓരോ സമയവും ഞങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അവരെ നന്ദിയോടുകൂടെ ഓർക്കുന്നത്. അപ്പൊ അത് അവരോടൊന്ന് പറഞ്ഞേക്കണം. തീർച്ചയായും വാർത്തകളൊക്കെ സംഭവിക്കുന്നുണ്ടല്ലോ ഈ ഭാഗങ്ങളിൽ. തീർച്ചയായും പിറവം മേഖലകളിലൊക്കെ വാർത്തകൾ ധാരാളം ഉള്ള ഒരു ഏരിയ ആണ്. അപ്പൊ നമുക്ക് നടന്നു തുടരാം. തീർച്ചയായും.